കാരണത്താൽ ജയിലിൽ കയറേണ്ടി വന്നല്ലോ സയ്യിദ്നാ യൂസുഫ്. ആ ജയിലിൽ തന്റെ കൂടെ രണ്ടാൾ കൂടി ഉണ്ടായിരുന്നു ജയിലിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ. അവർ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് സയ്യിദ്നാ യൂസുഫിനോട് പറഞ്ഞു. ഫത്തയാനി, രണ്ട് ചെറുപ്പക്കാർ. അവർ ജയിലിൽ താമസിച്ചു കൊണ്ടിരിക്കവേ ഈ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് യൂസുഫ് നബിയോട് പറഞ്ഞു, ഇന്നി അറ, ഒരാൾ പറഞ്ഞു, രണ്ടിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി അസിറു ഖംറാ, ഞാനിങ്ങനെ കള്ള് പിഴിഞ്ഞു കൊടുക്കുന്നത്, മുന്തിരി വീഞ്ഞ് കള്ളാക്കിയിട്ട് ഒരു സദസ്സിൽ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സാ തഅകുലു ത്വയ്റു മിൻ, ഞാൻ കണ്ടത് ഞാൻ എൻ്റെ തലക്ക് മുകളിൽ ഒരു റൊട്ടിയുടെ പാത്രം ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോവുക. ഫൗഖ റഅസി ഖുബ്സൻ, റൊട്ടിയെ വഹിക്കുക, തഅകുലു ത്വയ്റു മിന്നു, എന്നിട്ട് ആ റൊട്ടീനെ പക്ഷികൾ ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ട്. ഇത് ഞാൻ കണ്ടു എന്ന് രണ്ടാമത്തെ ആളും പറഞ്ഞു. നബ്ബിനാ ബിതഅ്വീലി, ആ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം നേതാവേ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങളെ കണ്ടാൽ അറിയാം, നിങ്ങൾ നല്ല ആളായതുകൊണ്ടുമാണ് നിങ്ങളോട് ഈ സ്വപ്നം ഒന്ന് പറഞ്ഞത്, ഒന്ന് വ്യാഖ്യാനിച്ചു തരണം എന്ന്. അപ്പോൾ തന്റെ കഴിവാണ്, മാത്രമല്ല വലിയ ഒരു കാര്യവുമാണ്. ഇനി രണ്ടാമതായി ഞാൻ പറഞ്ഞത്, ഇനി ബഹുമാനപ്പെട്ട യൂസുഫ് നബി ഇത് ഉപയോഗപ്പെടുത്തുകയാ തൗഹീദിന്റെ പ്രചാരണത്തിന്. പിന്നെ ഒരു 3-4 തൗഹീദിന്റെ പ്രചാരണം പറയാം. ഭക്ഷണം വരുന്നതിന് മുമ്പ് ഞാൻ സംഗതി വ്യാഖ്യാനിച്ചു തരാം, പക്ഷെ നിങ്ങൾ അള്ളാഹു വിശ്വസിക്കണം. അതിന് മാധ്യമമാക്കുകയാ എന്തിനെ? സ്വപ്നത്തെ. അതാ പറഞ്ഞത് യൂസുഫ് നബിക്ക് അത് ആയത്തുൽ കുബ്രയാണ്, മഹാദൃഷ്ടാന്ത. എന്താ പറയുന്നത്? ഖാല ലാ യഅതീകുമാ ത്വആമുൻ തുർസഖാനി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി ഖബ്ല അൻ യഅതിയകുമാ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഹും കാഫിറൂൻ. ഭക്ഷണം വരുന്നതിന് മുമ്പ് ഞാനിത് വ്യാഖ്യാനിച്ചു തരാം. ലാ യഅതീകുമാ ത്വആമുൻ തുർസഖാനി, കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്ക് എത്തുകയില്ല. ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലി, ആ വ്യാഖ്യാനം ഞാൻ വ്യാഖ്യാനിച്ചെന്നിട്ടല്ലാതെ. ഭക്ഷണത്തിന് നേരായിട്ടുണ്ട്, പക്ഷെ ആ ഭക്ഷണം എത്തുന്നതിന് മുമ്പ് ഈ വ്യാഖ്യാനം ഞാൻ പറഞ്ഞിരിക്കും. എനിക്കതിന് ഇനി കൂടുതൽ കിതാബ് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് അല്ലാഹു തആല അതിനിക്ക് പമ്പാട് തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചെന്ന മഹാദൃഷ്ടാന്താണ് സ്വപ്ന വ്യാഖ്യാനം. ചെറിയ ഒരു കാര്യമായി മനസ്സിലാക്കരുത്. ഖുർആനിൽ പറയപ്പെട്ട മുർസലീങ്ങളിൽ അതിപ്രധാനിയാണ് ഇത്, ഗൗരവമുള്ള വിഷയവുമാണ്. അന്ത്യനാള് കസറത്തുൽ റുയാ, സ്വപ്നം അധികരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇന്നലത്തെക്കാൾ സ്വപ്നം കൂടും, ഇന്നത്തെക്കാൾ കൂടും നാളെ. അങ്ങനെ അന്ത്യനാള് സ്വപ്നത്തിന്റെ കാലാണ്. അത് കൂടി കൊണ്ട് പോകും. അത് വളരെ ചിന്തിക്കണം. നമ്മളൊന്നും കാണാഞ്ഞോ എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടത്. അതും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്, ഗൗരവമായി ചിന്തിക്കണം. പക്ഷേ എന്ത് വേണം? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനതയിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചത്. തൗഹീദ് പറയാം. واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ മാത്രമേ ഞാൻ പിൻപറ്റുകയുള്ളൂ. ആ ഭാഗത്തേക്ക് നിങ്ങളും വരണം. സ്വപ്നമൊക്കെ ഞാൻ വ്യാഖ്യാനിച്ചു തരാം. പക്ഷെ നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് സ്വീകരിക്കണം. ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും മാർഗം സ്വീകരിക്കണം. അതായത് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി ശൈആ, ഒരു വസ്തുവിനെയും അല്ലാഹുവിനോട് നമ്മൾ പങ്കാളിയാക്കരുത്. പിന്നെ ചോദിക്കൂ ചെയ്തു, യാ സ്വാഹിബയ സിജ്ൻ അർബാബും മുതഫർരിഖൂൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഒരുപാട് ദൈവങ്ങളാണോ അതല്ല ഒരു രക്ഷിതാവാണോ നല്ലത് എന്ന് സയ്യിദ്നാ യൂസുഫ് അവിടെ ചോദിക്കുന്നുണ്ട്. വിശദീകരിക്കുന്നു. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? സ്വപ്നത്തിനെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടിയാ. അത്രയും വലിയ മാധ്യമമാണ് സ്വപ്നം എന്ന് പറയുന്നത്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. എന്നോട് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുക. എന്താ വ്യാഖ്യാനം?
യാ സ്വാഹിബയസ് സിജിൻ അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ വഅമ്മൽ ആഖർ ഫയുസ്ലബു ഫതഅകുലു ത്വയ്റു മിർ റഅസിഹി ഖുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. വ്യാഖ്യാനം പറയാ, എനിക്കതിനൊരു മിനിറ്റ് മതി. എന്താ വ്യാഖ്യാനം? അമ്മാ അഹദുകുമാ, നിങ്ങളിൽ ഒരാൾ പറഞ്ഞല്ലോ, ഞാൻ ഒരു സദസ്സിൽ ഇങ്ങനെ കള്ള് പിഴിയണത് കണ്ടു, നിന്നെ അടുത്തന്നെ ജയിലിന് വിടും, എന്നിട്ട് നീ രാജാവിന്റെ ഏറ്റവും വലിയ ജലീസാവും, രാജാവിന്റെ ഏറ്റവും വലിയ സർവന്റ് ആവും, രാജകൊട്ടാരത്തിലെ പ്രൈവറ്റ് സൽക്കാരങ്ങളിൽ പോലും പങ്കെടുക്കാനുള്ള അർഹതയും അവകാശവും കൈവരും. രാജാവിന്റെ സ്വപ്നം വീഞ്ഞും കള്ളും ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ പണി നിനക്ക് കിട്ടും. ആ രാജാവിന്റെ ജലീസാവും. വേറെ ഏത് മന്ത്രിക്കും രാജാവിനുള്ളതിനേക്കാൾ വലിയ ഒരു പ്രത്യേകത നിനക്ക് രാജാവിന്റെ അടുക്കൽ ലഭിക്കും. ഇതാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളെ പറഞ്ഞല്ലോ, അയാളോ ഫയുസ്ലബു, അയാളെ കുരിശിൽ നാട്ടി കൊലപ്പെടുത്തപ്പെടുകയും അയാളെ തലേന്ന് പക്ഷികൾ കഴുകന്മാർ കൊത്തിത്തിന്നുകയും ചെയ്യും. അതാണ് അയാൾ ഞാൻ റൊട്ടി ചുമന്ന് പോകുമ്പോൾ എൻ്റെ തലേന്ന് പക്ഷി തിന്നുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ റൊട്ടി അല്ല തിന്ന, അവൻ്റെ തലച്ചോറ് തന്നെ കൊത്തിത്തിന്നും എന്നാണ്. അവൻ കുരിശിൽ നാട്ടപ്പെടുകയും അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും അവനെ കൊല്ലപ്പെടുകയും എന്നിട്ട് അവൻ്റെ തലത്തൊട്ടി തന്നെ പക്ഷികൾ കൊത്തിത്തിന്നുകയും ചെയ്യുമെന്നാണ് ആ വാക്കിന്റെ വ്യാഖ്യാനം എന്ന് സയ്യിദുനാ യൂസുഫ്. ആ പറഞ്ഞത് പ്രകാരം ആ സ്വപ്നം നടന്നു. ഈ പറഞ്ഞ ഈ ആളെ തന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ മോചിതനാകുമെന്ന ആള് സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അയാൾ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞു, ഈ രാജാവിന്റെ അടുത്ത ആളാവുകയാണല്ലോ, പക്ഷെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാജാവിന്റെ ജലീസാകുന്ന സമയത്ത്, രാജാവിന്റെ അടുത്തോൺ പറ്റി രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ആളാകുന്ന സമയത്ത്, നീ രാജാവിന്റെ ഏറ്റവും അടുത്ത ആളാകുന്ന സമയത്ത് നീ ഇന്നെപ്പറ്റി രാജാവിനോടൊന്ന് പറയണം. അങ്ങനെ ഒരാള് ജയിലിലുണ്ട്, ഇങ്ങനെ സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആളാണ് എന്ന് പറയണം, ജയിലിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയും. قال للذي ظن أنه ناج منهم اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. ഈ വ്യാഖ്യാനമൊക്കെ വ്യാഖ്യാനിച്ചെടുത്തിട്ട് പറഞ്ഞു, നീ എന്റെ രാജാവിന്റെ അടുത്ത് ഈ പണി ചെയ്യുമ്പോൾ എന്റെ കാര്യം ഒന്ന് പറയണേ. പക്ഷെ അൻസാഹു ശൈത്താനു, അയാൾ പുറത്തിറങ്ങിയപ്പോൾ ശൈത്താൻ അയാൾ അത് മറപ്പിച്ചു കളഞ്ഞു. അതിന് ന്യായം പറയുന്നുണ്ട് റാസിമാമ ഒരു ന്യായം പറയുന്നുണ്ട്. അതിന് കാരണം യൂസുഫ് നബി തന്നെ. യൂസുഫ് നബി അവരോട് പറയാൻ പാടില്ല. ജയിലിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ യൂസുഫ് നബിക്ക് പറയാം. ആരോട്? അള്ളാഹ് മുഖറബല്ലേ. ഏതോ നാടൻ ഒരു കള്ളൊഴിച്ചു കൊടുക്കാൻ പോകുന്ന ആളോട് നിങ്ങൾ രാജാവിനോട് എൻ്റെ കാര്യം എന്ന് പറയാൻ പറഞ്ഞതായിരിക്കാം അൻസാഹു ശൈത്താൻ. ചിന്തിക്കണം. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് ഒരു കാര്യം പറയരുത്, അവർ അള്ളാഹിനോട് പറയുമ്പോൾ. കാരണം അവരെ അത്രയും ഉന്നതമായ അവസ്ഥയിലാണ്. അള്ളാഹിനോട് തന്നെ അവർ പറയുന്നത്. അത് ഇത്രയും ഉന്നതമായ അവസ്ഥയിലാണ് അവരുള്ളത്. വളരെ ഗൗരവമായി ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള പാഠങ്ങൾ ഇന്ന് മനസ്സിലാക്കാണ്ട് ഞാനൊരു വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചു എന്ന് മാത്രം. മുഖറബെങ്കിലങ്ങൾ അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളാകുന്നു. അതുകൊണ്ട് അവര് അള്ളാഹുവോടല്ലാതെ കാര്യം പറയരുത്. പ്രത്യേകിച്ച് നിസ്സാരമായി പോകുന്ന കള്ളൊഴിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു മനുഷ്യനോട് എന്റെ കാര്യം പറയുന്നത് അത് യൂസുഫ് നബിക്ക് അലൈഹിസ്സലാം ക്ഷന്തവ്യമായിരുന്നില്ല. തെറ്റെന്നല്ല, ഒരു വേണ്ട ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൊല്ലങ്ങളോളം ഇനിയും നീണ്ട കൊല്ലങ്ങൾ ഇതൊക്കെ അയാൾക്ക് ചെയ്തെടുത്തിട്ടും അയാൾ അത് മാറുന്നു. ശൈത്താൻ മറപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ഒരുപാട് പാടുണ്ട്. അള്ളാഹുവിനെ തരട്ടെ. അത് മതിയല്ലോ. അള്ളാഹുവിന്റെ മുഖറബായി കഴിഞ്ഞാൽ പിന്നെ അല്ലല്ലേ അയാൾക്ക്. അള്ളാഹു നമുക്ക് നൽകട്ടെ. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? മലപ്പുറത്തെ ഭൂമി കുലുങ്ങി മിനിഞ്ഞാന്ന് തന്നെ. എന്നാൽ എല്ലാ സൗകര്യം ഉണ്ട്. ഇപ്പൊ നമുക്ക് പേടിയാ, ഓരോരുത്തർക്കും പേടിയാ. ഭൂമി ഇനിയും കുലുങ്ങുവാണ്. ഇത് ചെറിയ ഒരു റിഹേഴ്സൽ ആയിരിക്കും നടത്തിയത്. ഇനി ഒരു പക്ഷെ വലിയൊരു കുലുങ്ങാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാമിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ ثلاث مرات അൻ യൻതളിഹ അലൈഹിം അയ അലാ ഉസ്വാതി ബനി ആദം ഫയകുഫുഹു അല്ലാഹു ബിമന്നിഹി വകറമിഹി. എല്ലാ രാത്രിയിലും സമുദ്രം 3 തവണ അള്ളാഹിനോട് പറയും, അള്ളാഹുവേ ഈ ജനങ്ങളെ ഞാൻ നശിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അള്ളാഹ് സമ്മതം കൊടുക്കും. മിക്കവാറും ഫയകുഫുഹുല്ലാഹ്, അള്ളാഹ് സമുദ്രത്തോട് പറയും
അടങ്ങിക്കിടക്ക്, ജനങ്ങൾ ചെയ്യുന്നത് ചെയ്യട്ടെ, അവർക്ക് ഹിസാബുണ്ടല്ലോ, അടങ്ങിക്കിടക്ക് എന്ന് സമുദ്രത്തോട് പറഞ്ഞത് കൊണ്ടാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? സുനാമിയാണ് ആ പറയുന്നത്.